അമ്മേ എന്തൊരു ചൂടായത്. കറണ്ട് വന്നു പോയി. നല്ലൊരു സിനിമ ടി വി വന്ന അപ്പ ഈ കുന്തം അങ്ങ് പോകും. നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയിന്. ഇന്നിനും കറണ്ട് ഒന്നും വരത്തില്ല. ചൂട് ചൂട് ചൂട്. പോയിന് നീ ചെന്നാ മെയിൻ ഒന്ന് ഓൺ ചെയ്തേ. അമ്മച്ചി ഓഫ് ചെയ്താണോ? പിന്നെ അല്ലാണ്ട്. ഇതെന്താ സിനിമ കൊട്ടകയാ? നാട്ടുകാർക്ക് മുഴുവൻ ഓസിലിരുന്ന് സിനിമ കാണാൻ. കഷ്ടമായിപ്പോയി അമ്മച്ചി, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. നിനക്കെന്താ എത്ര സങ്കടം? നിന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് കളർ ടി വി വാങ്ങിച്ചതേ നാട്ടുകാർക്ക് കാണാനല്ല. പാർക്കി ടി വി ഉണ്ടല്ലോ, വേണമെങ്കിൽ അവിടെ ചെന്നിരുന്ന് കാണട്ടെ. നീ ഒന്ന് മെയിൻ ഓൺ ചെയ്. എവിടെയായിരുന്നു കേട്ടോ രാജു ഇതുവരെ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയല്ലേ, അത് തിരക്കായിരുന്നു. ഓ, അവനും അവന്റെ ഒരു പാർട്ടി. എടി ഗ്രേസിയേ, ഹലോ, 2646 അല്ലേ? മിസ്റ്റർ ബെന്നി ഉണ്ടോ? ഇല്ലേ? ആ, ഇരിക്കുമോളെ. സിനിമ കഴിഞ്ഞോ? കഴിഞ്ഞു. ആരാ ജയിച്ചത്? മോഹൻലാലോ? പോക്കോ പോക്കോ. അടുത്ത ആഴ്ചയും പറഞ്ഞേ. ആഹാ, ആനിമോളും ഉണ്ടായിരുന്നോ? നീ ഇതങ്ങ് അകത്തുകൊണ്ട്. ഇന്ന് മോടെ അപ്പച്ചൻ ഓഫീസിൽ വന്നിരുന്നു. സരോജം, ചായ എടുക്ക്, ആനിമോളും ഉണ്ട്. എനിക്ക് വേണ്ടച്ചാ, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അതിനെന്താ, എനി ടൈം ഈസ് ടീ ടൈം. എന്റെ കൂടെ ഒരു ചായ കുടിക്കാം. വേണ്ടാഞ്ഞിട്ടാച്ചാ. അപ്പോ മോക്ക് ചായ വേണ്ട? വേണ്ട. നിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലേ? കുട്ടികൾ പറഞ്ഞു ഇല്ലെന്ന്. അമ്മച്ചി മെയിൻ ഓഫ് ചെയ്താ. വീട് സിനിമാ തിയേറ്റർ അല്ലെന്ന്. നീ ബെന്നി കണ്ടോ? ഫോൺ ചെയ്തപ്പോ ഓഫീസിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. പോട്ടെ, അമ്മച്ചി വിളിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 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 ഡി, കോഴിക്കോട് അടച്ചോ. ആ പെടക്കോഴി അതിനകത്ത് കയറിയോ? ആ നാശം ആ പുളിമരത്തിന്റെ മണ്ടയിലിരിക്കും. പോയി പിടിച്ചിട്ട് വാടി. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാത്തുകുട്ടി പോയിക്കോ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 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 ആ രാഘവൻ ഒരു 3000 രൂപ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഡോക്ടർ ജെയിംസ് നിങ്ങളെ തേടി വന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വെള്ളം ചൂടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതിന് തണുപ്പില്ലേ? അതോ ഇത് കേടുവന്നോ? നിങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ? കിടന്നാ ഉറക്കം വരണ്ടേ? ഈ ഗുളിക ഇങ്ങനെ വാരി കഴിച്ചിട്ട് തന്നെ ഉറക്കം വരാത്തത്. നീ അടുത്ത് കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. അതിന് ഞാനും ചെയ്തു. നിന്റെ ഒടുക്കത്തൊരു കൂർക്കം വലി. ഓ, അതിന് നിങ്ങളും ഒട്ടും മോശമല്ല. ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് സകല കാര്യങ്ങളും മണി പോലെ അങ്ങ് നടന്നു. ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ശങ്കരവാര്യരുടെ കാര്യത്തിലാ കുഴപ്പം. നിങ്ങൾ എന്തിനാ അയാളുടെ പറഞ്ഞു നടക്കുന്നേ? അയാളുടെ മുകളിൽ വേറെ ആൾക്കാരില്ലേ? ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അയാള് തെറ്റ്, ബാക്കി സർവ്വതും തെറ്റും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അയാളോട്. വേഗം അങ്ങോട്ട് ചെല്ലേ. നിനക്ക് വല്ല വിവരണ്ടേ കോളാമ്പി? പിന്നെ ഉറങ്ങ മുറുക്ക.
ആ വാര എങ്ങനെയാ ഒന്ന് പിടിക്കുക? രൂപ 10-15 ലക്ഷം അയാളുടെ ദയയിലല്ലേ കിടക്കണേ? ആ കർത്താവ് എന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കട്ടെ. പത്രോസ്, അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണ? പെരുന്നാളോ കുർബാനയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ദയവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ എങ്ങനെ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളെ എന്ത് ഉപദ്രവിച്ചു? എന്താ? ദൈവമേ, ഇവള് ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. നീ ഈ പണ്ടാളത്തിനോട് പൊറുക്കണമേ. ഞാൻ പറഞ്ഞേ, നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ. നിന്റെ മോന്തിന്ന് കണ്ട ഞാൻ എന്റെ അമ്മോ പേടിയാവണ്. കർത്താവ് വിശ്വമിശിഹായേ. നീ ഇന്നലെ രാത്രി എപ്പോഴാണ് വന്നത്? കുറെ ലേറ്റായി. എന്തായിരുന്നു കാര്യം? പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളുടെ പന്തംകുളത്തി പ്രകടനം. അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ, പൊള്ളാച്ചിന് തെളിച്ചു കൊണ്ടുവരുന്ന കാളക്കൂട്ടങ്ങളെയാ. അടിച്ച് തെളിക്കുന്നവനും അറുത്ത് വിൽക്കുന്നവനുണ്ടോ ലാഭം? നടന്നു പോകുന്ന കാളക്കുട്ടിക്ക് എന്ത് കിട്ടാനാ? കലക്കി സാർ, ഇത് കാട്ടാളന്മാരുടെ ഗീതം എന്ന നാടകത്തിലെ ഡയലോഗല്ലേ? അതെ. അതുകൊണ്ട് അർത്ഥമൊന്നും മാറിപ്പോണില്ലല്ലോ. ഇല്ല, വലിയ ആളാവരുത് ഇവിടെ. അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. മതി മാത്തുക്കുട്ടി. ഓ, നീ ഇന്നലെ അമ്മച്ചിയുടെ നിന്ന് കാശ് മേടിച്ചോ? എന്തിന്? ആവശ്യം ഉണ്ടായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പാർട്ടിക്കോ സമ്മേളനത്തിനോ ഏത് പണ്ടാരത്തിനോ നീ പോയി തുളഞ്ഞോ, പക്ഷെ മേലിൽ ഇവിടുന്ന് ഒറ്റ പൈസ വാങ്ങിച്ചു പോരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്നോ? ഇനി നീ പൈസ വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ദേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ ഇവന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങും. ആരെതിർത്താലും ശരി, അല്ലെങ്കിൽ ഞാൻ എടുക്കും. എന്നാ എനിക്കതൊന്ന് കാണണം. പിന്നെ നിന്നെ ഈ വീട്ടിൽ നീ അടിച്ചു പുറത്താക്കും. പിന്നെ വരട്ടല്ലേ? എന്താടാ പട്ടി? നീയും കഴിക്കും സരോജം. കഴിക്കാം, നിങ്ങളുടെ കഴിയട്ടെ. അനിമോളോ? ഇരിക്കെ. മോള് കഴിച്ചോ? കഴിച്ചു. അതെന്ത് ചോദ്യമാ സരോജം? ആഹാരം കഴിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നാൽ വേണോന്ന് ചോദിക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പറഞ്ഞാ പോരെ? ആനി വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒന്നും ചോദിക്കണ്ട. നീ ഒരു പ്ലേറ്റ് എടുക്കൂ. ദേ വരാം. ഇരിക്കുമോളെ. എനിക്ക് വേണ്ട. ഒഴിവൊഴിവൊന്നും പറയണ്ട. കഴിക്കാതെ ഇവിടുന്ന് വിടില്ല. മോളിരിക്കേ. കഴിക്കും. മതി. കഴിക്കുമോളെ. മതിയമ്മേ. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അച്ഛന് ഇതിന്റെ ഇരട്ടി കഴിക്കുമായിരുന്നു. ഇനി നീയും ഇരിക്കും സരോജം. ഇരിക്കാം. മോളെന്താ കഴിക്കാതിരിക്കുന്നേ? ഒന്നുമില്ല. കഴിക്കേ. ഞാൻ എത്ര നേരം മുമ്പ് കോൺക്രീറ്റ് തുടങ്ങി. ഇന്ന് ഞാൻ കാണിച്ചതാ. സ്റ്റോപ്പ് ദ വർക്ക്. സ്റ്റോപ്പ് ദ കോൺക്രീറ്റ്. ആരോട് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്ര നേരം മുമ്പ് കോൺക്രീറ്റ് തുടങ്ങിയ ഇവിടെ? അതിപ്പോ എന്നും ചെയ്യാറുള്ള പോലെ ഇന്നും ചെയ്തു. ഇന്നലെ വരെയുള്ള കാര്യമല്ലേ ചോദിച്ചേ? ഇന്ന് ആരോട് ചോദിച്ചിട്ട് തുടങ്ങി? സാറേ 8 മണിക്ക് പണിക്കാരെത്തി. അവരെങ്ങനെ എത്ര നേരം വെറുതെ ഇരുത്തും? അതുകൊണ്ട് തുടങ്ങിയത് സാറേ. ഓഹോ, ഞാൻ വരുന്നതിന് മുമ്പ് താൻ തുടങ്ങല്ലേ? ഐ വിൽ സ്റ്റോപ്പ് ദ ടോട്ടൽ വർക്ക്. തനിക്കറിയാമോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? എവിടെയോ നല്ല കോൺട്രാക്ടർ പത്രോസ് വന്നിട്ടില്ല സാർ. ഡിപ്പാർട്ട്മെന്റ് വർക്കാണ് എന്ത് തോന്നിയ സാധനമാണ് നിങ്ങളൊക്കെ വിചാരം? തന്റെ കോൺട്രാക്ടറെ വെറുതെ വിടില്ല. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഐ വിൽ ബാൻ ദിസ് വർക്ക്. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? This is മുക്കാലിഞ്ച് മെറ്റൽ. അതെ. You know the ISI specification of the metal to be used in the concrete. ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണ് ജോലിക്ക് നിർത്താൻ പറയണോ? ആവശ്യത്തിന് മെറ്റലും കമ്പി സിമെന്റ് ഉപയോഗിക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ പാലം പൊളിഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ എന്ത് പറയും? രാവിലെ തന്നെ രാജൻ സാർ ഉടക്കലാണെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണി? അയ്യോ, കഴിഞ്ഞ തവണത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ നേരത്തെ അയാൾ വാങ്ങിച്ചത്. വല്ലാത്ത ക്രിമേഡി തന്നെ അയാൾക്ക്. നീ പോയി അയാളെ വിളിച്ചോണ്ടേ. ഞങ്ങൾ നോട്ടത്തില്ല. തന്റെ മുതലാളി വന്ന് എനിക്കല്ല, ഞാൻ അയാളെ ശമ്പളക്കാരല്ല. ഐ ആം എ ഗവൺമെന്റ് സൂപ്പർവൈസർ. ഓടി വന്നാ എനിക്ക് പത്രം സാരി, ഞാൻ ഗവൺമെന്റ് സൂപ്പർവൈസറാണ്. എനിക്ക് ഓടേണ്ട കാര്യമില്ല. ഐ വിൽ വാക്ക്. യു ക്യാൻ റൺ. എന്താ മിസ്റ്റർ പത്രോസ് നിങ്ങളുടെയൊക്കെ വിചാരം? They have started the work in my absence. I will not allow it. You don't worry, Mr. Rajan. Any problem we will settle. You please go inside the car. Why? ദയവായി കാറിനകത്ത് കയറണം. കേറിയിരിക്കെ. ഞാൻ എന്തിനു കാർ കയറണം?
വാട്ട് ഈസ് ദിസ് മിസ് പത്രോസ്? എന്താ ഈ പറയണേ രാജ? അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ദിസ് ഇസ് വെരി ചീപ്പ്. അതിനുള്ള യോഗ്യതയല്ലേ തനിക്കുള്ളൂ. സന്തോഷമായല്ലോ. ഈ കാശൊക്കെ ഡോക്ടർമാർക്ക് ഉപകരിക്കും. അല്ല, ഈ കാശൊക്കെ ജോളിയായിട്ട് ചെലവഴിക്കാം. പത്രോസേ, നിന്റെ പോക്ക് ശരിയല്ല. നീ എന്നിൽ നിന്നും അകന്നകന്നു പോകുന്നു.